தலைவர் படம் வேற லெவல் அப்படின்னு சொன்னா நம்பிராதீங்க, முடியலங்க. സത്യം പറയല, പടം പോരാ. ലോകേഷിന്റെ പടമല്ല, ഇതിലും ഭേദം ലിയോ രണ്ടു പൊളിയായിരുന്നു. എങ്ങനെയുണ്ട് പടം? നല്ല സിനിമ. നല്ല സിനിമയാണ്. അടുത്ത സിനിമ വരട്ടെ. അടുത്ത സിനിമ കാണോ? എനിക്ക് ഞാൻ ഉള്ളത് പോലെ പറയാം. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടില്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ നമുക്ക് എടുത്തു പറയാനായിട്ട് ഒരു ഡയലോഗ് ഒരു റീല് ചെയ്യാനായിട്ട് അത് പാട്ടല്ലേ, അത് ഡയലോഗായിട്ട് എടുക്കാം. ലോകേഷിന്റെ വിചാരിച്ചാണ് വന്നത്, പക്ഷെ ലോകേഷിന്റെ അത് അത്ര വന്നിട്ടില്ല. സൂപ്പർ രവി സാറിൻ്റെ പടം സൂപ്പറാണ്. ഞാൻ ഫസ്റ്റിലെ പടം പോയി കണ്ടു. ഇപ്പം സെക്കൻഡ് ഫിലിം ഒന്നുകൂടെ കാണാൻ വന്നതാണ്. தலைவர் படம் வேற லெவல் அப்படின்னு சொன்னா நம்பிராதீங்க, முடியலங்க. സത്യം പറയല, പടം പോരാ. സൗബിൻ തകർത്തടിക്കും, അടിപൊളി. തലവരും സൂപ്പറായിരുന്നു. ഇത് LC ഒന്നും അല്ല. one of the worst films of Lokesh Kanagaraj. Very disappointed. ഒത്തിരി എക്സ്പെക്ടേഷൻ ആയിട്ട് വന്നു കൂലി കാണാൻ, ബട്ട് വെരി ഡിസപ്പോയിന്റഡ് വിത്ത് കൂലി. കുറച്ച് ലാഗ് ഫീൽ ചെയ്തു, ബട്ട് ടുവേർഡ്സ് ദി എൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. പക്ഷേ റോളക്സ് പോലൊരു സാധനം കൊണ്ടുവരാനാണ് നോക്കിയത്, പക്ഷേ അതിവിടെ വർക്കൗട്ട് ആയിട്ടില്ല. ആ കാര്യം വില്ലൻ യാരുടെ നല്ലപടിയാ പണിക്കാറ്. അടുത്തത് സൂപ്പറാ ഇരിക്കാറ്. അടിപൊളി, ഒരു രക്ഷയില്ല. തലവ സൂപ്പർ ബ്രോ. പടം പവർ ഹൗസ് എന്നുള്ള ലെവലിൽ കൊണ്ടുവന്നു, പക്ഷേ ലൈറ്റ് ഹൗസ് ആക്കി കളഞ്ഞു. ഇതിലും ഭേദം ലിയോ രണ്ടു പൊളിയായിരുന്നു. അതിലും മോശം, ഒരു വായിക്ക് കൊള്ളത്തില്ലായിരുന്നു. ലോകേഷിൻ്റെ കരിയറിലെ ഏറ്റവും മോശം ഫിലിം. മോശം എന്ന് വെച്ചാൽ വളരെ മോശം, ഒന്നും പറയാനില്ല. കണ്ട് കിളിവേ വെറുതെ 3 മണിക്കൂർ എങ്ങനെ തീരുമെന്നൊന്നും തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നത്. എപ്പോൾ തീരും എന്നുള്ളതാണ്. എന്നാലും ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് പോലും അത്ര ഇഷ്ടപ്പെട്ടില്ല. അതാണ് ശാന്തി കൃഷ്ണ മൂന്തിയ കൃഷ്ണ. ലോകേഷ് പറഞ്ഞ പോലെ ഇന്റർവെല്ലൊന്നും അത്ര ഹൈപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സാധാ ഒരു പടം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ലോകേഷിന്റെ വിചാരിച്ചാണ് വന്നത്, പക്ഷെ ലോകേഷിന്റെ അത് അത്ര വന്നിട്ടില്ല. ലോകേഷിന്റെ സിനിമ എന്ന് പറയാൻ പാടാണ്, കാരണം ഇപ്പൊ ഈ ലിയോ വിക്രം അതിന്റെ ആ ഒരു ഇമ്പാക്റ്റ് ഇല്ല. ലോകേഷ് സിനിമ അല്ല. ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് വന്നത്, പക്ഷേ അതിനു വേണ്ടി ഒന്നും ഉണ്ടായില്ല സിനിമയ്ക്കകത്ത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഹൈ മൊമെന്റ്സ് തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊഴിച്ചു കഴിഞ്ഞാൽ വളരെ പതുക്കെ പോകുന്നൊരു ലാഗ് അടുപ്പിച്ചിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. ഉപേന്ദ്ര ഇതിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയത് ഉപേന്ദ്രയാണ്. അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു റോള്, ആ ഹൈ മൊമെൻറ്റ് കറക്റ്റായിട്ട് കൊണ്ടുവന്ന ഉപേന്ദ്രയാണ്. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ മൂവിയിലൊന്നുമില്ല. അവസാനത്തെ ഒരു അരമണിക്കൂർ മാത്രം കൊള്ളാം. അനിരുദ്ധിൻ്റെ BGM എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് എന്തായാലും നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രജനീകാന്തിൻ്റെ പഴയ സ്റ്റൈലിൽ ബീഡി കത്തിക്കുന്ന ഭാഷ സിനിമയിലെ കുറച്ച് സീക്വൻസ് ഒക്കെ അതിലുണ്ട്. സൗബിൻ ഇസ് അടിപൊളിയായിരുന്നു. സൗബിൻ ഇസ് ബെസ്റ്റ്. പിന്നെ രജനിയുടെ കുറേ ഗൂസ് മൊമെൻറ്റ്സ് ഉണ്ട്, പഴയ രജനിയുടെ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. ബട്ട് Lokesh Kanagaraj, the worst film. I mean, very bad.